Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. നമുക്കെല്ലാവർക്കും കറുമുറയെന്ന് കഴിക്കാൻ പറ്റിയ സ്നാക്സ് വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ നോക്കുക വേണ്ട, നമുക്ക് ഇതുപോലെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചാൽ ഒരു മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചായക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി തട്ടവടയാണ്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം നാൾ വരെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വരൂ, നമുക്ക് വേഗം സമയം കളയാതെ വിഭവത്തിലോട്ട് കിടക്കാം. നമുക്ക് ഈ തട്ടവട ചെയ്യാൻ വേണ്ടി നമുക്ക് 2 കപ്പ് അരിപ്പൊടി വേണം. ഞാനിവിടെ പത്തിരിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അഥവാ നിങ്ങൾക്ക് അരിപ്പൊടി ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടുന്ന റേഷൻ അരി ഉണ്ടല്ലോ, അത് തലേദിവസം കഴുകി ഉണക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. അതിനു വേണ്ടി നമുക്ക് ഈ 2 കപ്പ് അരിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാവും. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ തട്ടവട എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ എണ്ണ കുടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ ഈ പൊടി വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് തൽക്കാലം മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനുള്ളൊരു മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി ഈ ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനകത്ത് ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പില്ലേ, അതെടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നല്ല രസത്തിന് കടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരിലാണ് അത് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി വേണം. കായപ്പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ മാവിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 4 വറ്റൽമുളക് വേണം. 4-5 വറ്റൽമുളക് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി വേണം. ഇത് രണ്ടും കൂടി നമുക്ക് അരച്ചെടുക്കണം. അതിൻ്റെ പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കും. നമുക്ക് അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഈ വറ്റൽമുളകും ഈ വെളുത്തുള്ളിയും കൂടി നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെറും മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആവും, കുറച്ചും കൂടി രുചിയും കൂടും. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടലമാവും കൂടി ചേർക്കാം. കടലമാവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് സോഫ്റ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂരി മാവുണ്ടല്ലോ, അതിൻ്റെ പാകത്തിനാണ് ഞാനിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ നമ്മുടെ മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാകം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കുഴച്ച് ഇതുപോലെ ഉരുണ്ടാക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ കുഴച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് തട്ടവട തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുക. കുറച്ച് എണ്ണ കയ്യിലോട്ടും പരട്ടിക്കോളൂ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിന്ന് ഇതുപോലെ ഉരുണ്ട ആക്കി എടുക്കുക. കണ്ടോ, ഇതുപോലെ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു ഉരുണ്ട എടുത്തതിന് ശേഷം ഇതുപോലെ ആ പ്ലാസ്റ്റിക് പേപ്പർ മടക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്റ്റീൽ ടംബ്ലറില്ലേ, അത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ സെൻറ്റർ നമ്മൾ പ്രസ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ആദ്യത്തെ തട്ടവട തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കുക. ഫോർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈർക്കലും ഉണ്ടായാലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ചെയ്യണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് പൊള്ളച്ച് കിട്ടാതെ ഇരിക്കാനാണ്. അപ്പോൾ നമുക്കിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി തട്ടവട ഇട്ട് കൊടുക്കാം.
നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു തട്ടവട ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ കൊണ്ടുപോയി സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത്, കാരണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊരു 1-2 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ തട്ടിക്കൊടുക്കുക, എന്നിട്ട് മറിച്ചിടുക. അപ്പോൾ നമ്മുടെ തട്ടവട കറക്റ്റായിട്ട് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡിൽ നിന്ന് നന്നായി മുരിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് മറിച്ച് അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ തട്ടവട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 2 സൈഡും ഞാൻ നല്ല മുരിച്ച് നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ തട്ടവട എല്ലാം ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു ചായക്ക് പറ്റിയ ഒരു പലഹാരമാണ്. ഇത് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഏറ്റവും പ്രധാനമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.